എത്ര കിട്ടിയാലും നമ്മുടെ മലയാളികൾ പഠിക്കില്ല. ചതിയിൽ പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും ഓരോ പുതിയ തരത്തിലുള്ള ചതികളാണ്. അത് ചിലപ്പോൾ റിക്രൂട്ട്മെന്റുകളായിരിക്കാം, മറ്റു ചിലപ്പോൾ സാമ്പത്തികമായ തട്ടിപ്പുകളായിരിക്കാം. എന്നാൽ അയർലൻഡിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് മലയാളികളെ ഒന്നടങ്കം പറ്റിച്ചിരിക്കുകയാണ് ആലപ്പുഴ മാവേലിക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജയ് ഹിന്ദ് ഗ്ലോബൽ എന്ന ട്രാവൽ ഏജൻസി. എയർ ടിക്കറ്റിന്റെ രൂപത്തിലാണ് ജയ് ഹിന്ദ് ഗ്ലോബൽ എന്ന സ്ഥാപനം തട്ടിപ്പിന് പുതിയ തറക്കല്ലിട്ട് ജനങ്ങളെ പറ്റിച്ചത്. അയർലൻഡിലെ പ്രവാസി മലയാളികളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ വന്ന ഒരു പരസ്യമാണ്. അയർലൻഡിൽ നിന്നും ഇന്ത്യയിലേക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുമെന്ന ഒരു സ്ഥാപനത്തിൻ്റെതായിരുന്നു പരസ്യം. അങ്ങനെ അതിൽ ധാരാളം പരസ്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ആരായാലും ഒന്ന് ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ ഒരുപാട് മലയാളികൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. സാധാരണ പ്രവാസികൾ അയർലൻഡിലുള്ള ഏജൻസികളുടെ കയ്യിൽ നിന്നാണ് ടിക്കറ്റുകൾ എടുക്കാറുള്ളത്. ആവശ്യമായ എല്ലാ സഹായവും പേയ്മെന്റിൽ ഉൾപ്പെടെ ഈ ഏജൻസികൾ ചെയ്തു കൊടുക്കാറുമുണ്ട്. എന്നാൽ അയർലൻഡിൽ നിന്ന് ചിലരൊക്കെ ഈ റേറ്റിന്റെ വ്യത്യാസം കണ്ട് ഈ സ്ഥാപനത്തെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. നാട്ടിലേക്ക് കുടുംബത്തോടം യാത്ര ചെയ്യാൻ ടിക്കറ്റിനായി ലക്ഷങ്ങൾ നൽകിയവർക്ക് പിന്നീട് നിരാശയായിരുന്നു ഫലം. പരസ്യത്തിൽ നൽകിയിരുന്ന ഫോൺ നമ്പറിൽ പിന്നീട് പലരും വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. പണം നഷ്ടപ്പെട്ട നിരവധി പ്രവാസികൾ ഡെയിലി മലയാളി ന്യൂസുമായി ബന്ധപ്പെട്ട് പ്രസ്തുത കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരുന്നു. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയാണ് ജയ് ഹിന്ദ് ഗ്ലോബൽ എന്ന കമ്പനിയുടെ ആസ്ഥാനം. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും മറ്റു ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും നൂറുകണക്കിന് പരാതി ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞതായി ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെ വിദേശയാത്രയ്ക്കായി പണം നൽകിയിരുന്നു. കുടുംബത്തോടൊപ്പം മലേഷ്യയിലേക്ക് യാത്ര ചെയ്യാൻ രാജസ്ഥാൻ സ്വദേശിയായ പ്രവാസി മലയാളി സംഘടനാ നേതാവ് നൽകിയത് 3 ലക്ഷം രൂപയാണ്. പണം നഷ്ടപ്പെട്ട പ്രവാസി ഒടുവിൽ നിയമസഹായം തേടിയത് ഡെയിലി മലയാളി ന്യൂസിനോടും. ആദ്യം കുറച്ചു പേർക്കൊക്കെ ചെറിയ നിരക്കിൽ ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും അവരുടെ വിശ്വാസ്യത പിടിച്ചു പറ്റുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ചയായി ഫോൺ എടുക്കാത്ത അവസ്ഥയുമാണ് സകലർക്കും എന്നത് ആസൂത്രിതമായ തട്ടിപ്പിലേക്കാണ് വഴി തുറക്കുന്നത്. കമ്പനി ഉടമയും കുടുംബവും മാവേലിക്കര സ്വദേശികൾ തന്നെയാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചതായാണ് മാവേലിക്കര പോലീസ് ഡെയിലി മലയാളി ന്യൂസിനോട് പറഞ്ഞത്. പ്രതിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും ഇരകളായവർക്ക് നീതി ലഭ്യമാകുമെന്നും പോലീസ് അറിയിച്ചു. അയർലൻഡ് പ്രവാസികൾ മാത്രമുള്ള വാട്സപ്പ് കൂട്ടായ്മകളിൽ കടന്നുകൂടി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ കമ്പനിക്ക് അയർലൻഡിലെ പ്രവാസി മലയാളികൾ ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ്. 70-ലധികം പരാതികൾ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. ചെറിയ തുകകൾ നഷ്ടപ്പെട്ടവർ നിരവധിയുണ്ടെങ്കിലും പരസ്യമായി രംഗത്തെത്തിയിട്ടില്ല. മുൻപ് അയർലൻഡ് കേന്ദ്രമായി പ്രവർത്തിച്ച് 6 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ സൂരജ് എന്ന വ്യക്തിയെ അഴിക്കുള്ളിലാക്കാൻ ഡെയിലി മലയാളി ന്യൂസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂട്ടാളികളായ പലരും ഞങ്ങൾക്ക് നേരെ പല രീതിയിലുള്ള ഭീഷണിയുമായി രംഗത്തുണ്ട്. ഇവരെ ഇതുവരെ അഴിക്കുള്ളിലാക്കാൻ പോലീസിന് സാധിച്ചിട്ടുമില്ല.